എറണാകുളം ജില്ലയിലെ മോസ്കോ എന്നറിയപ്പെട്ടിരുന്ന തൃപ്പൂണിത്തുറയിലേത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമെന്നായിരുന്നു ഇടതുപക്ഷം വിശേഷിപ്പിച്ചത്. അനിശ്ചിതത്വത്തിനൊടുവിൽ എം സ്വരാജ് മത്സരരംഗത്തിറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിലും പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും വിജയം ഇടതുപക്ഷം ഉറപ്പാക്കിയിരുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വിപരീതമായി വിഭാഗീയതകളെല്ലാം മാറ്റിവെച്ച് CPM ഒന്നിച്ചതും വിജയത്തിന് വഴിവെച്ചു. പാർട്ടി ശക്തികേന്ദ്രങ്ങളായ എരൂർ, ഉദയംപേരൂർ, പള്ളുരുത്തി എന്നിവിടങ്ങളിൽ നേരിയ ഭൂരിപക്ഷം നേടിയ സ്വരാജിന് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിച്ച 2000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് വിജയം ഉറപ്പിച്ചത്. തൃപ്പൂണിത്തുറയിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടിരുന്നെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിന് തെറ്റായ ഒരു സന്ദേശം പകർന്നു നൽകുമായിരുന്നു. അപ്പോൾ തൃപ്പൂണിത്തുറയിലെ ജനങ്ങളും അഴിമതിക്കെതിരായ വികസനത്തിന് വേണ്ടിയുള്ള ശരിയായ നിലപാട് സ്വീകരിച്ചു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത അതാണ്. UDFന് എന്നും മേൽക്കൈ ലഭിക്കുന്ന കുമ്പളം, മരട്, ഇടക്കൊച്ചി പ്രദേശങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച ലീഡ് ലഭിക്കാതായതോടെ തന്നെ പരാജയം കെ ബാബു സമ്മതിച്ചു. ന്യൂനപക്ഷങ്ങൾ തന്നെ കൈവിട്ടതും KPCC പ്രസിഡന്റിന്റെ നിലപാടും പരാജയത്തിന് കാരണമായെന്ന് ബാബു പ്രതികരിച്ചു. അത് ഇതിനകത്ത് ബാധിച്ചിട്ടുണ്ട്. കാരണം CPMൻ്റെയും BJPയുടെയും ഏറ്റവും വലിയ പ്രചരണമായിരുന്നത് പാർട്ടിക്ക് വേണ്ടാത്ത സ്ഥാനാർത്ഥി എന്നുള്ളതായിരുന്നു. അത് ഇതിനകത്ത് ബാധിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി തുറവൂർ വിശംബരൻ നേടിയ 29,843 വോട്ടും നിർണായകമായി. വിഭാഗീയത മറന്ന് പാർട്ടി ഒറ്റക്കെട്ടായി നിന്നപ്പോൾ 25 വർഷങ്ങൾക്ക് ശേഷം തൃപ്പൂണിത്തുറയിൽ വീണ്ടും വെന്നിക്കൊടി പാറിക്കാൻ CPMനായി. അതേസമയം തന്റെ പരാജയം സംബന്ധിച്ച് ബാബു നടത്തിയ പരാമർശങ്ങൾ വരും ദിവസങ്ങളിൽ കോൺഗ്രസിനുണ്ടാകുന്ന പൊട്ടിത്തെറിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മോനിഷ് മോഹനൊപ്പം സനൂപ് ശശിധരൻ, മീഡിയ 1.